ുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മളെ മജ്‌ലിസിലൂടെ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു വിഷയമാണ്. അഥവാ നമ്മളുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ, നമ്മളുടെ ജോലിയിൽ, നമ്മളെ ഉപ്പമാരുടെ ജോലിയിൽ, നമ്മളെ മക്കളുടെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ശമ്പളം വർദ്ധിച്ച് ലഭിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ കച്ചവടത്തിലും ബിസിനസ്സിലും ലാഭം ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. റഹ്മാനും റഹീമുമായ രാജാതിരാജനായ കരുണക്കടലായ റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരെ പ്രയാസങ്ങൾ നീ അകറ്റിക്കൊടുക്കണേ അല്ലാ. ശാന്തിയും സമാധാനവും നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ സാമ്പത്തികമായ പ്രശ്നത്തിലാണ്. ആ പ്രയാസങ്ങൾ നീ അകറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഇന്നും ഒരു സഹോദരൻ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ, കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരന് ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവർക്ക് ആർക്കൊക്കെ കടങ്ങളുണ്ടോ അതൊക്കെ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. കച്ചവടങ്ങൾ, ബിസിനസ്, ജോലികളിലൊക്കെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. കടമെന്ന് പറയുന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ റബ്ബേ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ നല്ല ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറ് നൽകണേ റഹ്മാനെ. നല്ല ജീവിതം നൽകണേ അല്ലാ. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. നിന്നെ അനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. മരണപ്പെട്ടു പോയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിൽ പലരും പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. അവരെ സാലിഹായ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ റഹ്മാനെ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾ അകറ്റണേ റഹ്മാനെ. ബുദ്ധിമുട്ടുകൾ അകറ്റണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ബറക്കത്തും റഹ്മത്തും കാവലും നിന്റെ സഹായവും നൽകണേ അല്ലാ. വിവാഹം ശരിയാകാത്തവർക്ക് അത് ശരിയാകാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പാരത്രിക വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ അവസാനം നന്നാക്കണേ റബ്ബേ. മോശമായ മരണം നൽകല്ല അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവർക്ക് എന്ത് അസുഖമുണ്ടെങ്കിലും അത് ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാ. ഓരോ രോഗങ്ങൾ പിടിപെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് അതിന്റെ ചെലവ് പറയുന്നത് കോടികളാണ്, ലക്ഷങ്ങളാണ്, പതിനായിരങ്ങളാണ്. അതൊന്നും ഞങ്ങളെ കയ്യിലില്ല അല്ലാ. അത്തരം രോഗങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന കാലമെത്രയും ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, മക്കള്, ഭാര്യമാര്, സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, അയൽവാസികള്, കുടുംബക്കാര്, ഞങ്ങളെ കൂട്ടുകാര്, ഞങ്ങളെ മജ്‌ലിസിലുള്ളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ മജ്‌ലിസ് ആദ്യമായി കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്തോ, ബെല്ലൈക്കൺ അമർത്തിക്കോ. വിജയമുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരുടെ അനുഗ്രഹമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മജ്‌ലിസാണ് നമ്മളെ മജ്‌ലിസ്. അള്ളാഹു നമ്മളെ പ്രാർത്ഥനയൊക്കെ കബൂൽ ചെയ്യട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ട്.
അങ്ങനത്തെ നമ്മൾക്കൊക്കെ ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ എല്ലാവരും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്തില്ലാതെ, പണമില്ലാതെ നമ്മൾക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. പണമില്ലാതെ, സമ്പത്തില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സമ്പത്ത് നൽകി, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പല മേഖലകളും തിരഞ്ഞെടുക്കാറുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹലാലായ പല മേഖലകളും തിരഞ്ഞെടുക്കാറുണ്ട്. നല്ല ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, കടലിൽ പോകുന്ന ആളുകളുണ്ട്, ഗൾഫിൽ പോകുന്ന ആളുകളുണ്ട്, കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, കൂലിപ്പണി ചെയ്യുന്ന ആളുകളുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ ബർക്കത്ത് ഉണ്ടാവണം അല്ലേ? നമ്മൾ ഒരുപാട് ജോലി ചെയ്തു, അതിലൊന്നും ബർക്കത്തില്ല. സാലറിയിൽ വർധനവില്ല, ശമ്പളത്തിൽ വർധനവില്ല, ബിസിനസ്സിൽ ലാഭമല്ല, കച്ചവടത്തിലൊന്നും ലാഭമില്ലെങ്കിൽ പിന്നെ ഇതിനൊരു അർത്ഥം ഉണ്ടാവില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ജോലി ചെയ്യുമ്പോൾ നല്ല സാലറി ലഭിക്കണം, നല്ല ശമ്പളം ലഭിക്കണം, നല്ല ശമ്പളം ലഭിച്ചാൽ അതിൽ ബർക്കത്ത് ഉണ്ടാവണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ നല്ല ബർക്കത്ത് ഉണ്ടാകണം, നല്ല ലാഭമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്, നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദെ കച്ചവടത്തിലൊന്നും ഒരു ബർക്കത്തില്ല, ഉസ്താദെ ജോലി തന്നെയല്ല, ഉസ്താദെ ജോലിയുണ്ട്, ശമ്പളമുണ്ട്, പക്ഷെ ബർക്കത്തില്ല എന്ന് പലരും സങ്കടം പറയാറുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ മേഖലകളിലും നിന്റെ ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവാൻ, നമ്മളെ കച്ചവടത്തിൽ നല്ല ലാഭം ലഭിക്കാൻ, നമ്മളുടെ ജോലിയിൽ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ആ ശമ്പളത്തിൽ നല്ല വർധനവ് ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത്, അതുപോലെ തന്നെ ബിസിനസ്സിന് ഇറങ്ങുന്ന സമയത്ത്, കച്ചവടത്തിന് പോകുന്ന സമയത്ത് നമ്മൾ ചില സൂറത്തുകൾ ഓതിപ്പോയി കഴിഞ്ഞാൽ അതിൽ നല്ല ലാഭം ഉണ്ടാകും, നല്ല ബർക്കത്ത് ഉണ്ടാകും, ജോലി സ്ഥലത്ത് നല്ല സമാധാനം ഉണ്ടാകും, നമ്മൾക്ക് ജോലിയിൽ സാലറിയിലൊക്കെ വർധനവുണ്ടാകും. അങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട ചില സൂറത്തുകളുണ്ട്. വളരെ ചെറിയ സൂറത്തുകളാണ്. ആ സൂറത്ത് ഓതി ഇൻഷാ അല്ലാഹ് നമ്മൾ കച്ചവടത്തിന് പോയാൽ, നമ്മൾ ജോലിക്ക് പോയാൽ, നമ്മളെ ഭർത്താക്കന്മാരൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന സൂറത്തുകൾ ഓതിയിട്ട് പോകാൻ പറയാം. വളരെ സിമ്പിളാണ്, ചെറിയ സൂറത്താണ്. മക്കളോടൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത്, പ്രവാസികളാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും ഒക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പോകാൻ പറയാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ബിസ്മി വളരെ പ്രധാനപ്പെട്ടതാണ്. ബിസ്മി ചൊല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല. അങ്ങനെ ബിസ്മി ചൊല്ലിയതിന് ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയതിന് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതുക. സൂറത്തുൽ കാഫിറൂൻ ശരിക്ക് ശ്രദ്ധിച്ചോ. സൂറത്തുൽ കാഫിറൂൻ ഏതാണ്? സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഈ സൂറത്ത് നമ്മൾ ഓതുക. ഇത് വളരെ സിമ്പിളാണ്. ഇത് കാണാതെ അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഓതേണ്ട രണ്ടാമത്തെ സൂറത്ത്, അതും ചെറിയ സൂറത്താണ്, സൂറത്തുൻ നസ്ർ. സൂറത്തുൻ നസ്റിന്റെ മഹത്വം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് കാര്യവും വിജയിക്കാൻ, ഏത് കാര്യത്തിലും റാഹത്ത് ലഭിക്കാൻ സൂറത്തുൻ നസ്ർ ഓതിപ്പോയാൽ മതി. അതുകൊണ്ട് കച്ചവടത്തിന് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ സൂറത്തുൻ നസ്ർ പാരായണം ചെയ്യുക. ഏതാണ് സൂറത്തുൻ നസ്ർ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അഊദു ബിസ്മി ചൊല്ലിയിട്ട് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് തുടങ്ങിയ ആ ചെറിയ സൂറത്ത് ഓതുക. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ടതാണ്, ഖുർആന്റെ 1/3 ഓതിയ കൂലി ലഭിക്കുന്ന സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിന്റെ ആ മഹത്വത്തിനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അഊദും ബിസ്മിയൊക്കെ എല്ലാറ്റിന്റെയും മുമ്പ് ചൊല്ലണം. അഊദും ബിസ്മി ചൊല്ലിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത് ഓതുക. അതിനുശേഷം മുഅവ്വിദത്തൈനി അഥവാ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് അത് ഓതുക. അതിനുശേഷം അഊദു ബിസ്മി ചൊല്ലിയിട്ട് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് ഇത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ സൂറത്തുകൾ ചൊല്ലിയിട്ട് നമ്മളെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സാലറിയിൽ വർധനവുണ്ടാകും. അതുപോലെ തന്നെ കച്ചവടത്തിൽ നല്ല ലാഭം കൊയ്ത് നമുക്ക് തിരിച്ചു വരാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ജോലിയില്ലാത്ത ആളുകളൊക്കെ ഇത് സ്ഥിരമായി ഓതുക. മക്കളെ ജോലിയിലൊക്കെ റാഹത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവാസികളുണ്ട്, നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ സൂറത്ത് ഓതുക. അതുപോലെ തന്നെ കടലിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഈ സൂറത്ത് ഓതിയിട്ട്, ഈ പറഞ്ഞ സൂറത്തുകൾ ഓതിയിട്ട് കടലിൽ പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നല്ല മീൻ കിട്ടും, നല്ല ലാഭം ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ എല്ലാ ജോലിയിലും
ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. സാമ്പത്തികമായ ഹല്ല് നൽകണേ റഹ്മാൻ. സമ്പത്ത് കാരണം ഞങ്ങളെ ജീവിതം നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ. അള്ളാഹു ഒരുപാട് ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അവർക്കൊക്കെ കടങ്ങൾ വീട്ടാനുള്ള നല്ല മാർഗങ്ങൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.